കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കൃത്യമായ കണക്കെടുക്കുന്നതിനായി ജെൻഡർ ടിക്കറ്റ് സംവിധാനം നടപ്പിലാക്കുന്നു. യു.ഡി.എഫിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്ര നടപ്പിലാക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് കോർപ്പറേഷന്റെ ഈ നീക്കം. മെയ് 9 ശനിയാഴ്ച മുതൽ കെ.എസ്.ആർ.ടി.സിയുടെ എല്ലാ സർവീസുകളിലും ടിക്കറ്റ് നൽകുമ്പോൾ യാത്രക്കാരൻ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി രേഖപ്പെടുത്തണമെന്ന് കെ.എസ്.ആർ.ടി.സി ഡെപ്യൂട്ടി ജനറൽ മാനേജർ നിഷാന്ത് എസ് ഉത്തരവിട്ടു. ATM ഉപകരണങ്ങൾ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ യാത്രക്കാരെ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൗകര്യം ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുത്തുന്നതാണ്. ഇതുമൂലം കണ്ടക്ടർമാർ ATM ഉപകരണങ്ങൾ ഉപയോഗിച്ച് വിതരണം ചെയ്യുന്ന ടിക്കറ്റിൽ സ്ത്രീക്കാണോ പുരുഷനാണോ നൽകുന്നതെന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. ഇക്കാര്യം കൃത്യമായി പാലിക്കുന്നതിന് എല്ലാ ഡിപ്പോകൾക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകേണ്ടതാണെന്നും ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയിരുന്നു. വൻ ഭൂരിപക്ഷത്തോടെ സർക്കാർ അധികാരമേറ്റെടുത്തതിന് പിന്നാലെ ഈ പദ്ധതി എത്രയും വേഗം പ്രാവർത്തികമാക്കാനാണ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. നിലവിൽ കെ.എസ്.ആർ.ടി.സിയെ ആശ്രയിക്കുന്ന പ്രതിദിന യാത്രക്കാരുടെ എണ്ണം ഏകദേശം 29 ലക്ഷമാണ്. ഇതിൽ 19 ലക്ഷത്തോളം വരുന്ന വനിതാ യാത്രക്കാരുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനാണ് പുതിയ സംവിധാനം വഴി ലക്ഷ്യമിടുന്നത്. പദ്ധതി നടപ്പിലാക്കുമ്പോൾ കോർപ്പറേഷനുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത മുൻകൂട്ടി കണക്കാക്കാൻ ഈ കണക്കെടുപ്പ് അത്യാവശ്യമാണെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. പുതിയ സംവിധാനം നടപ്പിലാക്കുന്നതിനായി കണ്ടക്ടർമാർക്ക് മെഷീനിൽ മാറ്റങ്ങൾ വരുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടിക്കറ്റ് നൽകുമ്പോൾ ഓരോ യാത്രക്കാരന്റെയും ലിംഗഭേദം കൃത്യമായി രേഖപ്പെടുത്തുന്നതിന് IT വിഭാഗം കണ്ടക്ടർമാർക്ക് അടിയന്തര പരിശീലനം നൽകും. ഓരോ ഡിപ്പോയിലെയും യൂണിറ്റ് ഓഫീസർമാർ ഇതിന്റെ മേൽനോട്ടം വഹിക്കണമെന്നും MDയുടെ പ്രത്യേക നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. നേരത്തെ ടിക്കറ്റുകളിൽ ഇത്തരത്തിൽ ലിംഗഭേദം രേഖപ്പെടുത്തുന്ന രീതി ഉണ്ടായിരുന്നില്ല. ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതി പ്രാബല്യത്തിൽ വരുമ്പോൾ കെ.എസ്.ആർ.ടി.സിക്ക് വരുന്ന അധിക ചെലവ് സർക്കാർ സബ്സിഡിയായി നൽകാനാണ് സാധ്യത. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്ര. കർണാടകയിലെ ശക്തി പദ്ധതിക്ക് സമാനമായ ഈ നീക്കം കേരളത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പദ്ധതി എന്നു മുതൽ തുടങ്ങുമെന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഭരണപരമായ നടപടികൾ കെ.എസ്.ആർ.ടി.സി വേഗത്തിലാക്കിയത്. ശനിയാഴ്ച മുതൽ ടിക്കറ്റുകളിൽ ജെൻഡർ രേഖപ്പെടുത്തുന്നത് കർശനമായി പരിശോധിക്കാൻ ഇൻസ്പെക്ടർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരശേഖരണം പൂർത്തിയാകുന്നതോടെ പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്.